ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുട്ടികൾക്ക് പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയും അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ചിങ് ചെറുങ്ങനെ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അവർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മടക്കുന്നില്ല, ആദ്യം തന്നെ നിങ്ങൾ കറക്റ്റ് അത് ശ്രദ്ധിക്കണേ. ഇനിതാ നമുക്ക് അളവെടുക്കാം. ആദ്യം ഷോൾഡറിൻ്റെ അളവാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അളവിനെടുത്തൊരു ടോപ്പാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തൊന്നല്ലേ, റെഡിമെയ്ഡാണ്. ഇത് നോക്കിയേ, 12 ഇഞ്ച്. ഓക്കെ, ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആം ഹോള്, ഇപ്പോൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും ആം ഹോൾ ഉണ്ടാകും. നോക്കിയേ, 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആം ഹോൾ ഈസിയാണ്. പിന്നെ വേണ്ടത് വെച്ചാൽ വേസ്റ്റ് ലെങ്ത്താണ് കേട്ടോ. വേസ്റ്റ് ലെങ്ത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഇഞ്ചാണ്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് കാണേണ്ട ഒരു ഈസി വഴി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് ഇല്ല. അപ്പോൾ അവർക്ക് കാണേണ്ടത് വെച്ചാൽ നമ്മുടെ ആം ഹോളില്ല, അവിടുന്ന് താഴോട്ടേക്ക് 4 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ കുട്ടികളുടെ വേസ്റ്റ് ലെങ്ത്ത്. ഓക്കെ, അതിതാ ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സ്ലീവ് റൗണ്ടും 6 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടില്ലല്ലോ, ഇതാ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ആദ്യം ചെയ്യരുത്. തുണിയെല്ലാം മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ മടക്കൊക്കെ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അളവെല്ലാം തെറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടോടെ ഞാൻ ഇപ്പോൾ ചെയ്ത 14 ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് റൗണ്ട് വന്ന്. അപ്പോൾ ഒരു വശമാണ് 14 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 7 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിൻ്റെ കൂടെ കുറച്ചൊരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോശവശത്ത് നമ്മളിപ്പോൾ ഏതൊരു ഡ്രസ്സിൻ്റെ അളവെടുത്തിട്ട് അടയാളപ്പെടുത്തലോ മോശവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ ആം റൗണ്ടിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്തിട്ട് ഒരു കേവ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ വരെ ഞാനിവിടെ നെക്കിൻ്റെ അളവ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തുമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരോ കുട്ടികൾക്ക് നെക്കിൻ്റെ അളവ് വ്യത്യാസം, ചില കുട്ടികൾ മെലിഞ്ഞ എഴുത്തായിരിക്കും, ചില കുട്ടികൾ തടിച്ച എഴുത്തായിരിക്കും, വ്യത്യാസമില്ല. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഈ ഒരു നെക്ക് കറക്റ്റ് അളവാണ് കേട്ടോ, 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തും. അതുകൊണ്ട് തന്നെ ഈ അളവെടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾ ഈ മെത്തേഡ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇതാ ബാക്ക് നെക്ക് ഞാൻ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെത്തേഡ് കറക്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മക്കളുടെ അളവ് ഏതാണോ ആ ഒരു അളവിൽ ചെയ്യുക. ഇതാ വേസ്റ്റ് റൗണ്ട് ഇതാ 9.5 ഞാൻ താഴോട്ടേക്ക്, വേസ്റ്റ് ലെങ്ത്ത് 9.5 ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയേ, ഇത് ഷേപ്പൊന്നും ആക്കുന്നൊന്നുമില്ല. ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ വരണതിന് ശേഷം ഇതാ താഴോട്ടേക്ക് കുറച്ച് വീതി ഇങ്ങനെ എത്രയാണോ തുണി കിട്ടുന്ന ഈ ഒരു രീതിയിൽ ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു തുണി എന്ന് വെച്ചാൽ ഒരു 3/4 മീറ്റർ തുണിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. എന്ന് വെച്ചാൽ അധികം എൻ്റെ ഒരു ഗൗണ് തയ്ച്ചതിൻ്റെ ബാക്കിയുള്ള തുണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തുണിൻ്റെ അളവൊന്നും ആദ്യം കറക്റ്റ് പറയാത്തത്. അപ്പോൾ പീസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതെടുത്ത് അപ്പോൾ സ്ലീവിന് വേറൊരു പീസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ താഴെ ഞാൻ 1.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തിനെ പറയാം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കേവാക്കി ചെരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെരിച്ച് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് 2 സൈഡ് തൂങ്ങിയ പോലെ ഉണ്ടാവും ചില ഡ്രസ്സിൻ്റെ എല്ലാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ടിതാ നമ്മൾ ഈ അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കേ, അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ എന്താ വെച്ചാൽ കൈ, നെക്ക് അതെല്ലാം ഒന്ന് കുഴിച്ച് മുറിക്കണ്ടേ. ഇപ്പോൾ ഞാൻ ബാക്കിൻ്റെ അളവിലാണ് കേട്ടോ ഞാനെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടും കൂടി മാർക്ക് ചെയ്യാം. ഇത് നോക്കിയേ, ഇതാ ബാക്ക് നെക്ക് കട്ട് ചെയ്ത്, എന്നിട്ട് ഇതാ ഫ്രണ്ടിൻ്റെ പാർട്ട് മാത്രം ഒന്ന് പൊന്തിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രണ്ടിലെ നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഷോൾഡർ ഒന്ന് ഇതാക്കുക, സെപ്പറേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൻ്റെ പാർട്ട് നമുക്ക് വേറെ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ട് ചിലപ്പോൾ ബാക്കും കൂടി കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടാകുകൊണ്ടാണ്. എന്നിട്ട് ഷോൾഡറിന് ചെറിയൊരു 1/2 ഇഞ്ച് സ്ലോപ്പും കൂടി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ ഇത്. ഞാനൊരു ടോപ്പാണ് കേട്ടോ ഇത്. ഇതാ ഒരു സ്ലീവിനുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് വലുപ്പം കൂടുതലാണ്. എന്താ വെച്ചാൽ എൻ്റെ അടുത്തുള്ള പീസ് ഞാൻ പറഞ്ഞില്ല, കുറേ കട്ടായിട്ടുള്ള പീസ് എടുത്തിന് നോക്കിയാൽ 3 ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് റൗണ്ടല്ല ആം റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് 6 ഇഞ്ചല്ല വന്നേ. മേലേയും താഴോട്ടേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ചെരിച്ചിട്ട് 6 ഇഞ്ചിൽ നിന്ന് നേരെ താഴോട്ടേക്ക് എങ്ങനെ നിങ്ങൾ നോക്കിയതാ 3 ഇഞ്ച് നമ്മൾ വിടുത്ത് അടയാളപ്പെടുത്തിയിട്ട് മേലോട്ടേക്ക് വരഞ്ഞു കൊടുത്തില്ലേ ചെരിച്ചിട്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കേ. നമുക്ക് അത്രയും വേണ്ട, ഇത്ര വലുപ്പമൊന്നും വേണ്ടിയില്ല. സ്ലീവ് എൻ്റെ അടുത്തുള്ളത് ഒരു തുണി ഞാൻ എടുത്ത് നീളു. എന്നിട്ട് നമ്മൾ ടോപ്പിൻ്റെ സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ നോക്കിയേ കറക്റ്റാണ്. പക്ഷെ എന്നാലും 1/2 ഇഞ്ച് നമ്മൾ സ്ലീവ് എടുത്തതിൽ 1/2 ഇഞ്ച് കൂടുതലാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ സ്ലീവ് റൗണ്ട് 6 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ടില്ലേ ആം ഹോളിൻ്റെ, നമ്മൾ ഈ ടോപ്പിൻ്റെ ആം ഹോൾ 6 ഇഞ്ച് എടുത്തത്. അപ്പോൾ 6 ഇഞ്ച് കറക്റ്റ് നമ്മൾ സ്ലീവിൽ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെരിച്ച് മുറിക്കുന്നതിൽ ഇപ്പോൾ 6 അരയോളം വരും കേട്ടോ.
അപ്പോൾ നമ്മൾ ചെരിച്ച് മുറിക്കുന്നതിന് എന്തൊക്കെ അരയിഞ്ച് കുറച്ചിട്ടെടുക്കുക. ഇനി ഇതാ വേസ്റ്റ് റൗണ്ട് ഇത് എലാസ്റ്റിക് വെച്ചിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഇത് നോക്കിയേ, അളവെടുത്തിട്ട് കറക്റ്റ് 10 ഇഞ്ചാണ് കേട്ടോ ഒരു വശം വരുന്നത്. അപ്പോൾ 2 വശം ആകുന്നേരം 20 കുറച്ചേ ഉള്ളൂ. എന്താ വെച്ചാൽ ഈ മറ്റേതിൽ ഞാൻ അളന്നതിൽ തടിച്ച എലാസ്റ്റിക് അല്ലേ, ഇത് നേരിയ എലാസ്റ്റിക്. അപ്പോൾ വലിയ സാധ്യത നല്ലോണം വലിയും കേട്ടോ. അതുകൊണ്ടാണ് എത്ര എടുത്ത. ഇതാ ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ഫസ്റ്റ് തന്നെ ഞാൻ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ ലേസിൻ്റെ മോശവശത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. അപ്പോൾ പുറത്ത് കാണുന്നത് മോശവശമാണ് സ്ലീവിൻ്റെത്. എന്നിട്ട് ലേസ് കുറച്ച് പുറത്ത് കാണുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ സ്ലീവിൻ്റെ കറക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് അടിക്കേണ്ട ഐഡിയ വന്നതിന് ഈ ഒരു സ്ലീവ് ചെയ്തതിന് ശേഷം കേട്ടോ. അങ്ങനെ സ്ലീവ് ചെയ്ത് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ വേസ്റ്റായിട്ട് ഒരു പീസ് എന്തായാലും എൻ്റെ അടുത്തുണ്ട്, കുറച്ച് തുണിയുണ്ട്. അപ്പോൾ എൻ്റെ മോക്ക് തന്നെ ഏതായാലും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിയാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ അരയിഞ്ച് നമുക്കൊന്ന് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അരയിഞ്ച് സ്ട്രൈറ്റ് ആയിട്ട് വരണം കൊടുക്കുക. എന്നിട്ട് അതിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എലാസ്റ്റിക് ഇടാനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ച് എന്താ പറയുക സ്ലീവ് നല്ലോണം അറിയുണ്ടാവും. എന്നിട്ട് നോക്കിയാൽ എങ്ങനെ മറിച്ചിടുക, ഇങ്ങോട്ടേക്ക് ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മറിച്ചിട്ടേരെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് തീരുന്നത് എന്താ വെച്ചാൽ ഞാൻ സ്കിൻ കളർ നൂലുകൊണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. എന്നിട്ട് ഇപ്പോൾ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇതാ തട്ട് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ കൈൻ്റെ അളവ് എത്രയാണോ അതിൽ കുറച്ചൊന്ന് ലൂസ് എടുക്കണേ. എന്നിട്ട് ഇതാ ബാക്കിലൊന്ന് മൊട്ട് പിന്നില്ലേ അതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എലാസ്റ്റിക് ഇടുന്നേരം അങ്ങ് ഊരിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചെയ്തത്. ഇപ്പോൾ നോക്കി 2 ലെയർ വരുന്നുണ്ട്. അതിൽ അടിയിലെത്തയിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. ലേസിൻ്റെ അവിടെ വരുന്ന ഓപ്പൺ ഡൈലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലാസ്റ്റിക് പുറത്ത് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടുപിന്നുള്ളത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് പോവില്ല കേട്ടോ. സ്റ്റിച്ചല്ല എലാസ്റ്റിക് ഉള്ളിലേക്ക് ആയി പോവില്ല. പിന്നെ ഇതാ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കിയിട്ട് അറിയിക്കണേ. ഞാൻ എന്നെക്കൂടാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് അതും നിങ്ങൾ കമൻ്റാക്കി അറിയിക്കുക. അതും ഞാൻ ചെയ്യാം കേട്ടോ. ഇതാ നോക്കിയേ, എലാസ്റ്റിക് പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ ഉള്ളിലേക്ക് എലാസ്റ്റിക് പോയി പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അടിയിലുള്ള മുട്ട് പിന്നെ ഊരിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു സ്ലീവാണ് ഞാൻ പിന്നെ എല്ലാം കാണിക്കുന്നില്ല. കുറേ എന്താ പറയുക, ഇനി വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയില്ല. അതുകൊണ്ടാണ് ഓരോരോ വിധമായിട്ട് കാണിക്കുന്നത്. ഇനി ഇതാ ക്രോസ് പീസ് നമുക്ക് യോജിപ്പിക്കുന്നത് നോക്കിയേ. ക്രോസ് ആയിട്ടുള്ള ആ വശം വെച്ചിട്ട് ഒന്ന് യോജിപ്പിക്കുക. നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ വീഡിയോ ഞാൻ നെക്കിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണുക. അതുകൊണ്ടാണ് ഇതൊന്ന് വിശദീകരിച്ച് പറയാത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് അളവൊന്ന് നോക്കാം. ജസ്റ്റ് ആ ക്രോസ് പീസ് ഞാൻ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാത്രം ഞാനൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അളവ് നോക്കുന്നേരം കറക്റ്റ് ഉണ്ടായത്. പിന്നെ ഞാൻ അടുത്തത് വെച്ചാൽ ഒരു നെക്കിനൊരു ഫ്രില്ല് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയും പിന്നെ ഞാൻ അത്യാവശ്യം ഒരു നീളത്തിലുള്ള ഒരു പീസും കൂടി തുണി എടുത്തതാണ്. അപ്പോൾ നീളം നമ്മുടെ ഇഷ്ടത്തിന് എത്ര ഫ്രില്ല് കൊടുക്കണോ ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ നെക്കിൻ്റെ ഫുൾ നമ്മൾ ഫ്രണ്ട് നെക്കില്ലേ, അപ്പോൾ ചുറ്റുമായിട്ടുള്ള ആ ഫുള്ളായിട്ടുള്ളതിൻ്റെ നേരെ ഇരട്ടി എടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡില്ലേ അതൊന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഒരു സ്റ്റിച്ച് ഒന്ന് 4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തൊട്ടപ്പുറത്തെ വശം ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂല് വെച്ചിട്ട് ഫ്രില്ലിടൂലേ അതിന് വേണ്ടിയിട്ടാണ്. നോക്കിയേ, എന്നിട്ട് നെക്കിൻ്റെ അളവ് എത്രയാണോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഫ്രില്ലിട്ടിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ നല്ല ഫുള്ള് ഫ്രില്ലായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണുക. എന്നിട്ട് നോക്കിയാൽ ഇതാ കറക്റ്റ് വെച്ചതിന് ശേഷം നല്ല വശം ടോപ്പിൻ്റെ നല്ല വശത്തോട് ഈ ഫ്രില്ലിൻ്റെ മോശവശം വെച്ചിട്ടാണ് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നോക്കിയതാ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ ടോപ്പിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കേ. നോക്കിയതാ ഷോൾഡർ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലൊരു അരയിഞ്ച് വിടത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാം തന്നെ ഇപ്പോൾ ഷോൾഡർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സ്റ്റിച്ച് ചെയ്യുന്നവരെ എല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എന്താ വെച്ചാൽ ഒറ്റ സ്റ്റിച്ച് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് വിട്ടു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്രോസ് പീസില്ല അത് ഒരു വശം നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്യാത്ത വശം ഇതാ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഫ്രണ്ടും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ ബാക്കിലെ തയ്യൽ തുമ്പ് ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് വേണേൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ടൊരു 4 ഇഞ്ച് വെച്ചിട്ട് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അപ്പോൾ നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലൂട്ടിയാണ് സാറില്ല. എന്താ വെച്ചാൽ അതിൻ്റെ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ വേണേൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതും 4 ഇഞ്ചിൽ തന്നെയല്ല ചെയ്തത്. അതേ രീതിയിൽ 4 ഇഞ്ച് വെച്ചിട്ട് തന്നെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയേ അതാ ഫുള്ള് ചുറ്റും എത്തിക്കഴിഞ്ഞാൽ
ഇതിൻ്റെ ബാലൻസ് പീസ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൻ്റെ അതിൻ്റെ കുറച്ചൊന്ന് മുകളിൽ വരുന്ന രീതിയിൽ വന്നതിന് ശേഷം ബാക്കി കട്ട് ചെയ്താളേ. എന്നിട്ട് ചുറ്റും ഓരോരോ കട്ടം കൊടുക്കുക. അപ്പോൾ റൗണ്ട് നെക്കല്ലേ, അപ്പോൾ നമ്മൾ ഒരു പൊളച്ചലും അതൊന്നും വേണ്ട എന്നുള്ള ഇതിലാണ് കേട്ടോ ഫുൾ ചുറ്റും കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു നെക്ക് തന്നെ ഇപ്പോൾ ഇതിനൊരു ഫ്രില്ല് കൊടുത്തിന്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഈ ഒരു പൈപ്പിംഗ് പീസ് വെക്കുന്നത് ഞാൻ എത്രയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കുക. എന്തിതാ ക്രോസ് പീസ് ബാക്കോട്ടേക്ക് മടക്കിയതിന് ശേഷം ഇതിന് പൈപ്പിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ പൈപ്പിങ്ങിൻ്റെ അതിൻ്റെ മുകളിലും ആവരുത്, ഈ നമ്മുടെ ഫ്രില്ലിട്ടിട്ടില്ല അതിൻ്റെ മുകളിലും ആണ്ട് ആ ഗ്യാപ്പ് ഉണ്ടാവില്ലേ മധ്യത്തിൽ, ആ ഒരു രീതിയിൽ പതിയെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. എന്നുവെച്ചാൽ നമ്മൾ തിരക്കൊന്നും കൂട്ടണ്ട, എന്നുവെച്ചാൽ നമ്മൾ സമയത്തോട് കൂടി തന്നെ ചെയ്യാം. എന്താ വെച്ചാൽ ബാക്കി എല്ലാ സ്റ്റിച്ച് നമുക്ക് പെട്ടെന്ന് കഴിയും. ഈ ഒരു രീതി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നേരം നല്ല രീതിയിൽ സമാധാനത്തിൽ തന്നെ ചെയ്യാം, എന്നാലും അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ. അതിന് നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ കൈ നമ്മൾ കുഴിച്ച് മുറിച്ചിട്ടില്ലല്ലോ, അതൊരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുഴിച്ച് മുറിച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മളിപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന ആ ടൈമിന് തന്നെ വേണമെങ്കിൽ മുറിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചിലത് ഓരോരോ ഇത് പോലെയാണ് കേട്ടോ ഞാൻ ചെയ്തപ്പോൾ. നോക്കിയേ, കൈ രണ്ടും നല്ല വശവും വെച്ചതിന് ശേഷം ഒരു സൈഡ് മാത്രം നമ്മൾ ഫ്രണ്ടിൻ്റെ സ്ലീവിൻ്റെ ആ വശം മുറിച്ചതുപോലെ തന്നെ കൈൻ്റെ ഇത് മുറിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സോറി എല്ലാം വിട്ടുപോയി, പറയുന്നതെല്ലാം തലതിരിഞ്ഞും മറന്നും പോയി കേട്ടോ. ഫ്രണ്ടിൻ്റെ സ്ലീവല്ല, ആം ഹോൾ നമ്മൾ കുഴിച്ച് മുറിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ സ്ലീവ് ഞാൻ രണ്ടും നല്ല വശവും വെച്ചിട്ട് ഒന്ന് കുഴിച്ച് മുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മുടെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശവും ഈ സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ യോജിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ മധ്യത്തു നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൈഡിൽ നിന്നെല്ലാം തുടങ്ങുന്നേരം ചിലപ്പോൾ ചെറിയൊരു വലുപ്പ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അതുകൊണ്ടാണ് മധ്യത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്താ വെച്ചാൽ 2 സൈഡും ഒരേ ലെവലിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കട്ട് ചെയ്യുന്നേരം സ്ലീവ് കട്ട് ചെയ്യുന്നേരം ഒരു 1/2 ഇഞ്ച് കൂടുതലാണ് വന്നത് കേട്ടോ. ആം ഹോളിൻ്റെ അതേ അളവിലല്ല ഞാനിത് എടുത്തേ, അതുകൊണ്ട് 1/2 ഇഞ്ചോളം കുറച്ച് കൂടുതലാണ്. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കേ. എന്നിട്ട് സ്ലീവ് ഇങ്ങനെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയിട്ട് അയക്കണം. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ആരും ഒന്നും അയക്കുന്ന കാണുന്നില്ല. അതെന്താണെന്നറിയില്ല, മനസ്സിലാവായിട്ടാണോ, എൻ്റെ സംസാരത്തിൽ ഫാസ്റ്റ് കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടിയും ചെയ്യണേ. ഞാൻ നമ്മുടെ സ്ലീവ് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ എലാസ്റ്റിക് വെച്ചിട്ടില്ലല്ലോ, എലാസ്റ്റിക്കും കൂടി വെക്കണേ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഫുള്ളായിട്ട് എലാസ്റ്റിക് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. പിന്നെ അത് നിങ്ങൾക്ക് ചില സമയത്ത് മനസ്സിലാകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ വശമായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ഏത് ഫ്രണ്ടായാലും ബാക്കായാലും സാരയില്ല. നമ്മൾ ലൈൻ കൊടുത്തിട്ടില്ലേ, അപ്പോൾ 9 ഇഞ്ച് കറക്റ്റ് ബാക്കിലും ഫ്രണ്ടിലും ഫുള്ളായിട്ടൊന്ന് ലൈൻ കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ തറ്റക്ക് സൂചി വെച്ച് കുത്തിയതിന് ശേഷം മറ്റേ വശത്തേക്ക് എലാസ്റ്റിക് വെച്ച് വലിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ കറക്റ്റ് ഒരേ ലെവലിൽ നിൽക്കും. അങ്ങനെ 2 സൈഡും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പ് പിടിച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് കൊടുക്കുക സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നോക്കിയേ, എലാസ്റ്റിക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി വേണ്ട വെച്ചാൽ സ്ലീവിൻ്റെ എന്നറിയാനും ഇനി ഈ ടോപ്പിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് താഴെയും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പ് റെഡി ആയിട്ടോ. 1/2 ഇഞ്ച് വെച്ചിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ 2 സൈഡും. അതുപോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കണേ. അത് ഞാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈസി പണി എന്നുള്ളതിൽ സ്റ്റിച്ച് ചെയ്ത് ഒരു ടോപ്പ് അടിക്കാൻ ചില അധികവരിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ അടക്കാന്നേ ഒരു ടോപ്പ് അടിക്കാൻ നിന്നതിനെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വേഗം ഒന്ന് എണീക്കട്ടെ എന്നുള്ളതിൽ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുത്തിട്ട് എഴുന്നേൽക്കും കേട്ടോ. ഇതിനാ എലാസ്റ്റിക് വെച്ചേണ്ട കുറച്ചൊന്ന് വിട്ടിട്ടാണ് വെച്ചത്. എന്താ വെച്ചാൽ ഇങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കുറച്ചൊന്ന് മുമ്പിലാണ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് നോക്കിയേ, ഇനി താഴെയും കൂടി ഒന്ന് മടക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.